SSLC +2 പരീക്ഷ ഡ്യൂട്ടിക്ക് പ്രൈമറി അധ്യാപകരെ നിയോഗിക്കുന്നത് അധ്യയനം താളം തെറ്റാൻ ഇടയാക്കുമെന്ന ആരോപണവുമായി അധ്യാപക സംഘടനകൾ രംഗത്ത്. പ്രൈമറി സ്കൂളുകളുടെ പ്രവർത്തനത്തെ ബാധിക്കുമെന്നും ആക്ഷേപം. പ്രൈമറി അധ്യാപകരെ വ്യാപകമായി SSLC +2 പരീക്ഷാ ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്നത് ചെറിയ ക്ലാസ്സിലെ അധ്യയനത്തെ സാരമായി ബാധിക്കുമെന്നാണ് അധ്യാപകർ ചൂണ്ടിക്കാണിക്കുന്നത്. സ്വതന്ത്ര സ്കൂളിലെ അധ്യാപകരെ പരീക്ഷാ ഡ്യൂട്ടിക്ക് നിയമിക്കരുതെന്ന് ഉത്തരവ് നിലനിൽക്കെയാണ് വിവിധ ഉപജില്ലകളിൽ പ്രൈമറി അധ്യാപകരെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിരിക്കുന്നത്. പല സ്കൂളുകളുടെയും പ്രവർത്തനത്തെയും ഇത് നേരിട്ട് ബാധിക്കുമെന്നാണ് സംഘടനകൾ പറയുന്നത്. സർക്കാർ നിർദ്ദേശിച്ച പ്രൈമറി സ്കൂളുകളിലെ പഠനോത്സവം പരിപാടി നടക്കേണ്ടത് മാർച്ച് മാസത്തിൽ തന്നെയാണ്. ഉയർന്ന ക്ലാസ്സുകളിലെ പരീക്ഷാ ഡ്യൂട്ടികൾക്ക് ഇത്തരത്തിൽ അധ്യാപകരെ നിയമിക്കുമ്പോൾ പല സ്കൂളുകളിലും പഠനോത്സവം താളം തെറ്റാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഈ ആവശ്യമായി വരുന്ന അധ്യാപകരെ കണ്ടെത്തുന്നതിന് വേണ്ടി നിലവിൽ BRCകളിൽ നിന്നുള്ള അധ്യാപകരുടെ സേവനം ഉപയോഗപ്പെടുത്തുവാനും അതേപോലെ തന്നെ ഹയർ സെക്കൻഡറിയോട് ചേർന്നിട്ടുള്ള ഹൈസ്കൂൾ UP വിഭാഗം അധ്യാപകരുടെ സേവനം കൂടി ഉപയോഗപ്പെടുത്തുവാനും ഒക്കെ നിലവിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശമുണ്ട്. എന്നാൽ ഈ നിർദ്ദേശത്തെ മറികടന്നുകൊണ്ട് ഇൻഡിപെൻഡന്റ് പ്രൈമറി വിദ്യാലയങ്ങളിൽ നിന്നുള്ള അധ്യാപകരെ, പ്രത്യേകിച്ച് ഭാഷാ അധ്യാപകരെ കൂട്ടത്തോടെ ഈ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ നടത്തിപ്പിലേക്ക് നിയോഗിക്കുവാൻ ചില വിദ്യാഭ്യാസ ഓഫീസർമാര് അമിതമായ താല്പര്യം കാണിക്കുന്നുണ്ട്. പരീക്ഷാ ഡ്യൂട്ടിക്ക് നിയോഗിച്ച അധ്യാപകരെ തിരികെ വിളിക്കുകയോ ബദൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ സർക്കാർ തയ്യാറാവുകയോ ചെയ്യണമെന്നാണ് രക്ഷിതാക്കളുടെ അടക്കം ആവശ്യം. ജനം, കോഴിക്കോട്.